ഈ മഹാബലിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഭാഗവതത്തിൽ വായിക്കുമ്പോഴും അത് കേരളത്തിലല്ല. പിന്നെ എന്താണ് ഈ കേരളത്തിൽ ഇത്രയധികം ഓണത്തിന് ഒരു പ്രാമുഖ്യം കൊടുക്കാൻ കാരണം എന്താണെന്നുള്ളത് ചിന്തിക്കുമ്പോൾ വേറെ ഒരു ഉപകഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നോട് എൻ്റെ ഒരു മുത്തശ്ശൻ ആ കഥ പറഞ്ഞതാണ്. അതിൻ്റെ കാരണം ഈ മഹാബലി ഇവിടെയൊന്നുമല്ല മഹാബലിയുടെ സംഭവം വാമന അവതരിപ്പിച്ച് മഹാബലിയെ പാതാളത്തിലേക്ക് താത്തിയതല്ല ശരിക്കും, അതിലെ തെറ്റുണ്ട്. ഭാഗവതത്തിൽ പറയുന്നത് അദ്ദേഹത്തെ സുതലത്തിലേക്ക് പോകുന്നു എന്നാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ആ കഥ അമ്മാവൻ്റെ ഭരണത്തിനോ മറ്റുള്ളവർക്കോ അതിനെതിരായിട്ട് ചില വ്യക്തികളെ സംഘടിപ്പിച്ച് ആ ഒരു മരുമകൻ പോലെയുള്ള ഒരാൾ, എന്താ കഥ എന്ന് വ്യക്തമായിട്ടില്ല, ആ മൂത്ത അമ്മാവനെയും ഈ മഹാബലിയെ പറ്റിയിട്ട് മഹാബലിയുടെ രാജ്യഭരണം പോലെ തന്നെ നല്ല ഒരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹത്തെ ആൾക്കാർ മാവേലി എന്ന് പറയാറുണ്ടായിരുന്നു. മാവേലി തമ്പുരാൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു തമ്പുരാനെയായിരുന്നു, രാജകൊട്ടാരത്തിലെ ഒരു രാജാവിനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എന്തോ ചില കാരണവശാൽ അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളെ അല്ലെങ്കിൽ പെങ്ങളുടെ മക്കളെ കൂടി അവരൊക്കെ എല്ലാവരും സംഘടിച്ച് ഇദ്ദേഹത്തെ ഭ്രഷ്ടനാക്കി തീർത്തു. അതിൽ ഒരു ഉയരം കുറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, വാമനം എന്ന് പറയും, ഉയരം കുറഞ്ഞവരെ, ഇംഗ്ലീഷൊക്കെ ഡാർപ്പോ എന്ന് പറഞ്ഞ പോലെ തന്നെ. ആ വാമനം പറഞ്ഞ ആൾ ഇദ്ദേഹത്തെ വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്തോ ദേഷ്യം കൊണ്ട് ചവിട്ടിയിട്ട് വീഴ്ത്തി അദ്ദേഹത്തെ ചിലവർ പോയിട്ട് ബന്ധിച്ചു. അപ്പോൾ അദ്ദേഹത്തെ നാട് കടത്താമെന്നുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ നല്ല ഭരണം കാഴ്ചവെച്ചിരുന്ന, കേരളത്തിൽ ഒരു ഭരണം കാഴ്ചവെച്ചിരുന്ന ആ മഹൽ വ്യക്തിയെ കാര്യങ്ങൾ മുഴുവൻ അറിയേണ്ട പലരും ഇദ്ദേഹത്തിൻ്റെ ഈ ചെറിയ രാജാവാണെന്ന് ആഗ്രഹിച്ച ആൾക്കാരുടെ വാക്ക് കേട്ട് അവർക്ക് ഒരു ഗുണകരത്തിനുമായിട്ട് നിന്ന് കൊടുത്ത് അദ്ദേഹത്തെ പുറന്തള്ളാൻ ശ്രമിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ബന്ധിതനാണ്, നിങ്ങൾക്ക് ഇനി രാജാവല്ല, നാട് കടത്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. എങ്കിൽ താൻ നന്നായിട്ട് ഭരിച്ചിട്ടുണ്ട്, ആർക്കും ദോഷമൊന്നും ചെയ്തിട്ടില്ല, നന്നായി ഭരിച്ചാൽ മതി കേട്ടോ, എനിക്കതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ കൂടി എന്നെ സ്നേഹിക്കുന്ന ഈ പ്രജകൾക്ക് അവരെ എനിക്ക് കാണാൻ വേണ്ടി, അവർക്ക് എന്നെയും കാണാൻ വേണ്ടി, എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം തരണം, കൊല്ലത്തിൽ ഒരിക്കൽ. ആ ദിവസം തിരുവോണമാണ്, ചിങ്ങമാസത്തിൽ തിരുവോണമായിട്ടാണ് അവർ അനുവാദം കൊടുത്തത്. അങ്ങനെ ആ ചിങ്ങമാസത്തിൽ തിരുവോണം ദിവസം ഈ മാവേലി പറഞ്ഞ ആൾ, അതായത് ആ രാജാവ്, അദ്ദേഹത്തിന് പേരെന്തോ വേറുണ്ട്, അദ്ദേഹം കാണാൻ വന്നിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ക്ഷേത്രമായിരുന്നു തൃക്കാക്കര. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൃക്കാക്കര അപ്പനെ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ഉണ്ട്, യഥാർത്ഥമാണ്, ഐതിഹ്യമാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൽ മാത്രം ഈ ഓണം ആഘോഷിക്കാനുള്ള കാരണം തൃപ്പൂണിത്തുറ രാജാവിനെ വേറെ ആൾ, ഈ അങ്ങനെ ഉണ്ടല്ലോ രാജാക്കന്മാർ തമ്മിലൊക്കെ ചില കാര്യങ്ങളെ കൊണ്ട് പുറത്താക്കി അദ്ദേഹത്തിന് വീണ്ടും ഈ കൊല്ലത്തിലൊരിക്കൽ, സാധാരണ ജയിലിൽ പോകുന്നവർക്കൊക്കെ പരോളിൽ പോകാൻ അനുവാദം കൊടുക്കുന്ന പോലെ തന്നെ കൊല്ലത്തിലൊരിക്കൽ ഇവിടെ വന്ന് കാണാമെന്നുള്ളൊരു അനുവാദം കൊടുത്തു. അതിൻ്റെ ഹിതമായിട്ട് മഹാബലി വരാറുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാരായി അങ്ങനെ കുറേ കാലം നടന്നിരുന്നു. അദ്ദേഹം ആരാധിക്കുന്ന ക്ഷേത്രം, അവിടെ ഒരു വാമന ക്ഷേത്രമുണ്ട്. അതുമാതിരി തന്നെ ഈ തൃക്കാക്കര വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഉപാസന ഉണ്ടായിരുന്നു. ആ തൃക്കാക്കര ദിക്കിൽ അദ്ദേഹത്തിന് ആ ദേവനെ വളരെ ഇഷ്ടമായിരുന്നു. ആ തൃക്കാക്കര ഭഗവാനെ എല്ലാ വീടുതോറും ഇദ്ദേഹത്തിൻ്റെ ബഹുമാനത്തിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടിയിട്ടും എല്ലാവരും ആരാധിച്ച് വെച്ചിരുന്നു. തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മണ്ണ് കുഴച്ച് അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അടിഭാഗമൊക്കെ 4 സ്ക്വയറായിട്ട് മീതാന് പൂമ്പാരായിട്ട് കൊണ്ടുപോകണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ തൃക്കാക്കരൻ്റെ രൂപം അങ്ങനെയായിരുന്നു. അങ്ങനെ 9 ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ മരം കൊണ്ടാണ് ഉണ്ടാക്കണം. കുറച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കോ, ഇപ്പോൾ പ്ലാസ്റ്റിക് ഉണ്ടോ അറിയില്ല. എന്ത് തന്നെയായാലും ആ തൃക്കാക്കര അപ്പനെ കൊണ്ട് വെക്കൽ പതിവുണ്ട്. 9 എണ്ണം അത് വിഷ്ണുവായിട്ട് സങ്കല്പം, 3 എണ്ണം വേറെ ശിവൻ്റെ ഭാഗമായിട്ട് സങ്കല്പം. അപ്പോൾ 9 എണ്ണം 3 എണ്ണമാണ് എൻ്റെ സ്ഥലത്തൊക്കെ പെരിങ്ങോടൊക്കെ അങ്ങനെയാണ് വെച്ചിരുന്നത്. അതിനെ അന്ന് ആരാധിക്കുക എന്ന് വെച്ചാൽ ഉത്രാടം മുതൽക്കോ പൂരാടം മുതൽക്കോ തൃക്കാക്കരപ്പനെ വെക്കാറുണ്ട്. ആ തൃക്കാക്കരപ്പനെ വെക്കുന്നതിന് പല ചടങ്ങുകൾ സ്ത്രീകൾക്ക് വേണമെങ്കിൽ അവിടെ പൂജിക്കാറുണ്ട്. അതുമാതിരി പൂവട എന്ന് പറഞ്ഞ് നിവേദിക്കലൊക്കെ സ്ത്രീകളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ആ തൃക്കാർപ്പനെ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ മരം കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് മണ്ണ് കൊണ്ടൊക്കെ തേമ്പി അതിൻ്റെ മീതെ അണിഞ്ഞ്, അരിമാവ് കൊണ്ട് അണിഞ്ഞ് അത് മീതെ വെച്ച് അതിൻ്റെ തലയ്ക്കൽ ഒരു കൊട്ട അല്ലെങ്കിൽ ഒരു പിടി, ഒരു കയ്യിൻ്റെ ഒരു പാകത്തിന് പറ്റിയുള്ള ഒരു മണ്ണ് ആ തൃക്കാർപ്പൻ്റെ ഒക്കെ മീതെ വെച്ച്, മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് മീതെ വെച്ച്, അതിൻ്റെ മീതെ തുമ്പപ്പൂവ്, അതുമാതിരി തന്നെ മുക്കുറ്റിപ്പൂവ്, തുളസിക്കതിര ഇതൊക്കെ ചൂടി ഒരു ഇലയിലാണ് അത് വെക്കുക. ചിലവർ മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മീതെ ഒരു വട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ മീതെ തൃക്കാരപ്പനെ വെക്കുക. കുറച്ച് ഉയർന്നിട്ട് വട്ടത്തിൽ തന്നെ ഒരു തറ ഉണ്ടാക്കി അതിൻ്റെ മീതെ ചാണം കൊണ്ട് മെഴുകേൻ്റെ മീതൊക്കെയാണ് അതിൽ വെക്കുക. അതിൻ്റെ മീതെ ഒരു ഓലക്കുടയും കൂടിയും പണ്ട് വെച്ചിരുന്നു. ഓലക്കുട പിടിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ, വാമന ഒരു സമ്പ്രദായം ഓലക്കുടയായിട്ട് വന്ന് അതിനൊക്കെ അനുസ്മരിക്കുമാറ് ഈ തൃക്കാക്കര അപ്പനും ഒരു ഓലക്കുട ചൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ദിക്കിലും കൂടി പൂജ നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ പൂവിളിക്കുക എന്നൊരു സമ്പ്രദായം, പൂവേ പൂവേ വാ എന്ന് പറഞ്ഞിട്ട് ഒരു വിളിയും കൂടിയും പൂജ കഴിയുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അതിനൊപ്പമാണ് ഈ അത്തം മുതൽക്ക് തന്നെ പൂക്കളം വിടുന്നൊരു ചടങ്ങ്.
അതായത് അതിൽ പണ്ട് തുമ്പയും മുക്കുറ്റിയും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. തുമ്പ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ പുഷ്പമാണ്, മുക്കുറ്റി എന്ന് പറഞ്ഞാൽ പാർവതിയുടെ പുഷ്പമാണ്. അപ്പോൾ ശിവനും പാർവതിക്കും ഒരു സ്ഥാനം കൊടുത്തിരുന്നു അന്ന്. അതുപോലെ തന്നെ തൃക്കാർപ്പനിൽ പ്രധാനപ്പെട്ട അത് പറഞ്ഞത് വിഷ്ണുവാണെന്നാണ് സങ്കല്പം. എന്താവട്ടെ, പൂക്കളം ഗംഭീരമായിട്ടുണ്ടാവാറുണ്ട്. തൃക്കാക്കര ഒരു ദേവനുണ്ട്. ആ ദേവൻ്റെ ഒരു പ്രതിനിധികളും രൂപത്തിലായിട്ട് ഇവിടെയും കൂടി എല്ലാ വീട്ടുകളും ആൾക്കാർ ഉപാസിച്ചിരുന്നു, അല്ലെങ്കിൽ പൂജിച്ചിരുന്നു. അതാണ് തിരുവോണ സമയത്തൊക്കെ തൃക്കാരക്കൊപ്പനെ വെക്കേണ്ട ഒരു പ്രാധാന്യം. അത് കഴിഞ്ഞ് ആ തിരുവോണം വിട്ടം കഥയൊക്കെ കഴിഞ്ഞാൽ ആയില്യം വരും. ആയില്യം മകം ദിവസങ്ങളൊക്കെ മകത്തടിയനെ വെക്കാനൊരു സമ്പ്രദായമുണ്ട്, കുറച്ച് വലിപ്പത്തിൽ. അതിനും ചില പൂജാ കാര്യങ്ങളെല്ലാം നടത്തി ഭക്ഷണങ്ങൾ നിവേദ്യം ഗംഭീരമായിട്ട് കൊടുക്കുക. തൃക്കാക്കരപ്പനും നമുക്ക് പഴം നിവേദിക്കാം, പഴങ്ങൾ കൊണ്ട് പായസം ഉണ്ടാക്കാം, പാൽപ്പായസം ഉണ്ടാക്കാം, പൂവട അതുകൊണ്ട് അവിടെ നിവേദിക്കാം. അങ്ങനെ പല കാര്യങ്ങളാവാം. 2 നേരമെങ്കിലും അതിന് പൂജ വേണം, രാവിലെയും വൈകുന്നേരം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നന്ദി.
Pawn 5. അങ്ങോട്ട് പോകാൻ പാടില്ല കേട്ടോ, അങ്ങോട്ട് പോകാൻ പാടില്ല. ഇങ്ങോട്ട് പോകാൻ പാടില്ല.
ചുമ്മാടൊരു പകുതി എടുക്കും. അത് ഇങ്ങനെ വെക്കും. നാക്കിലാൻ കൂടി തിരിച്ചിട്ടോ. അടയിൽ പകുതി എടുത്തിട്ട് അവിടെ വയ്ക്കും. അതില് അടയിൽ കുറച്ചുണ്ടാവും. Hi everyone, my name is Sajid. If you like this video, kindly like, share and subscribe. Thank you.